നമസ്കാരം, സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്തിനടുത്ത് അരശിമൂട് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഫ്ലാറ്റ് പണിയുന്ന സ്ഥലത്ത് പണിക്കാർ അറിയാമല്ലോ, ഫ്ലാറ്റിൻ്റെ പണിയൊക്കെ ആകുമ്പോൾ ഒരുപാട് പണിക്കാരുണ്ടാവും, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒത്തിരി ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ എന്താ പറയുക, അവരെയൊക്കെ സംരക്ഷിക്കേണ്ടത്, അവരെയൊക്കെ ജീവൻ രക്ഷിക്കേണ്ടത് ഫ്ലാറ്റിൻ്റെ ജോലി ചെയ്യിപ്പിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഓഫീസർമാരുടെ ചുമതലയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം നമുക്ക് JCBയും എന്താ പറയുക പൈൽ ചെയ്യുന്ന മെഷീനൊക്കെ വർക്കായി പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആ ഒരു മെഷീൻ്റെ സൗണ്ടൊക്കെയാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവിടെ പണി തുടങ്ങി അങ്ങനെ പറമ്പൊക്കെ വൃത്തിയായിക്കൊണ്ട് നിൽക്കുന്ന സമയത്ത് ഒരാൾ ഇങ്ങനെ ഇഴഞ്ഞു വന്ന് ഒരു മാളത്തിനകത്ത് ഇറങ്ങിയത്. അപ്പോൾ അതിൻ്റെ അടുത്ത് 2 ഉറ ഇട്ടിട്ടുണ്ട്, ഉറ ചെയ്തൊരു കുഴി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ അടുത്തുള്ളൊരു ഹോളിനകത്തേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞ് നമ്മൾ സമയം കളയുന്നില്ല. വിളിച്ച സമയത്തിന് നമ്മൾ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് എവിടെയാണ് സാറേ കണ്ടെന്ന് പറഞ്ഞത്? ഇതിനകത്ത് അതിനകത്ത് ഓഹോ. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പറയുന്നത് ഇതിനകത്തൊരു ഹോളുണ്ട്, ഈ ഹോളിനകത്തേക്ക് കയറുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ കെട്ട് പഴയ കെട്ടാണ്. അപ്പോൾ ഇവിടെ അവർ പാമ്പത് ഇതിനകത്ത് കയറി തന്നെ മണ്ണിട്ട് അതങ്ങ് ഫില്ല് ചെയ്തു. ഇത് പുതിയ സ്ലാബാണ്, ഓറയല്ലേ, നമ്മുടെ ഡ്രെയിനേജിൻ്റെ അല്ലേ? നമ്മളിവിടെ കാണുന്നില്ല, ഇതിനകത്തൊരു ഹോള് സൈഡിലോട്ട് കാണുന്നുണ്ട്, പക്ഷേ നമ്മൾ വെട്ടി നോക്കിയിട്ട് പോയിട്ടില്ല. ആ സമയം തൊട്ട് അവരിവിടെ ഉണ്ട്, അപ്പം പോകാനായിട്ടുള്ള സാധ്യതയില്ല. ഹോൾ അധികം ഇല്ല, ഇതുവരെ ഉള്ളൂ. പക്ഷേ ഇതിനകത്തൊരു ചെറിയ ഒരനക്കം കാണുന്നുണ്ട്. അതാ നമുക്ക് കട്ട മാറ്റിയപ്പോൾ തന്നെ കാണാം, ഒരു മൂർക്കൻ തന്നെ. അതാ അപ്പം നമ്മളെന്തായാലും സമയങ്ങളെന്താ അറിയാമല്ലോ, നമ്മൾ പണി തരുന്ന വണ്ടിയുടെ സൗണ്ട് നന്നായിട്ട് ഡിസ്റ്റർബ് ആവുന്നുണ്ട്. എന്നാലും നമുക്കത് ഇതാണ്ട നമുക്കിവിടെ കാണാം, അത്ര നല്ല സൈസുണ്ട്. പക്ഷേ എനിക്കിത് എന്തോ ഒരു പ്രത്യേക ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു, ഒരു വയ്യായിക ഉള്ളൊരു അതിഥിയാണെന്ന് തോന്നുന്നു. കാരണം ദേഹം കണ്ടോ, വയ്യായിക ഉണ്ടെന്നോ, അതേ പടം പൊഴിക്കാറായതാണോ എന്നറിയില്ല. വേണ്ട ഇതാ ഇതേണ്ട പടം പൊഴിക്കാറായി, എന്താ ചട്ട പൊഴിക്കാറായ വയ്യായികയുള്ളത്, ചട്ട പൊഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ. ഇതാ വരുന്നു, അടിപൊളി, ഇതാ ഇറങ്ങി, ഇതാ വരുന്നു. ചക്കരേ വാ, വേണ്ട സൂപ്പർ. ചട്ട പൊഴിച്ചുകൊണ്ടിരിക്കുന്നു കേട്ടോ. ചട്ട പൊഴിച്ചുകൊണ്ടിരിക്കുക മാത്രം ദേഹം മുഴുവനും മുഴകളുണ്ട് കേട്ടോ. ദേഹത്തൊക്കെ ഇതാ മുഴ ഉണ്ടോ, കയ്യിലൊക്കെ മോഷനുണ്ട്. ഇത് കണ്ടോ, കഴുത്തിനോടൊരു മുറിവുണ്ട് കേട്ടോ, കണ്ടോ, നല്ല വലിയ മുറിവ് കണ്ടോ. നമുക്ക് എന്തായാലും ഇവിടെ വെച്ച് ഫസ്റ്റ് എയ്ഡ് ചെയ്യാൻ പറ്റില്ല, കാരണം മരുന്നൊന്നും നമ്മൾ എടുത്തില്ല, ഒന്നും കരുതിയതുമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് മുറിവൊന്ന് നോക്കുകയും വേണം, വെള്ളവും കുറച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കൊന്ന് കുറച്ച് അങ്ങോട്ടൊന്ന് കൊണ്ടുപോകാം.
വാല് നമുക്ക് ഇപ്പോഴും കട്ടായതല്ല, നേരത്തെ വാല് കട്ടായെന്ന് പറഞ്ഞ് പാമ്പിൻ്റെ പ്രായമോ ഒന്നും കുറയാനോ കൂടാനൊന്നും പോകുന്നില്ല. ഇതൊക്കെ ആൾക്കാർ പൂർവ്വികർ പണ്ട് പറയുന്ന കഥകളാണ്, ഒരു ബന്ധവുമില്ല. വേറെ പ്രശ്നങ്ങൾ, ചെറിയൊരു മുറിവ്. എനിക്കൊന്നും അറിയാമല്ലോ, നമുക്ക് JCB വെച്ചൊക്കെ പണിയുന്ന സമയത്ത് നമുക്ക് പാമ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് പണി അങ്ങനെ ഒരേ സ്ഥലത്ത് ഇങ്ങനെ പാമ്പുണ്ടെന്ന് നോക്കാൻ പറ്റില്ല. അപ്പോൾ JCB ഇങ്ങനെ ഓടിപ്പോകുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ അടുത്തുള്ള കല്ല് തട്ടിയിട്ടോ ഒക്കെ മുറിവുണ്ട്. അപ്പോൾ ചേട്ടാ വെള്ളം പൊട്ടിങ് തരാമോ? പതുക്കെ നമ്മളെന്തായാലും കുറച്ച് വെള്ളം ഒന്ന് കൊടുത്ത് നോക്കട്ടെ അദ്ദേഹത്തിന്. ഇത് കണ്ടോ, വെള്ളം അനിവാര്യമാണ്. സത്യം പറഞ്ഞാൽ കിങ് കോബ്രയ്ക്ക് വെള്ളം കൊടുത്ത് തുടങ്ങിയാണ് നമ്മൾ. പിന്നെ ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ പാമ്പിന് വെള്ളം കൊടുക്കുന്ന വീഡിയോസ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും കാണാനില്ല. കുടിക്കുന്നുണ്ടോ? കവിള് വീർപ്പിച്ചല്ലാതെ നക്കി കുടിക്കാൻ അവർക്ക് കഴിയില്ലല്ലോ. നമ്മളെന്തായാലും സമയം കളയുന്നില്ല. നമ്മൾ ഇനി കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് നമ്മൾ മുറിവൊന്ന് ക്ലീൻ ചെയ്ത് മരുന്ന് വെക്കേണ്ടതുണ്ട്. അപ്പോൾ ചേട്ടാ ചാക്കിങ് തരാമോ? തരാം വേണ്ട, ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. കട്ടി കുറഞ്ഞ ചാക്കാണ്, എന്നാലും മുറിവുള്ളതുകൊണ്ട് മിക്കവാറും തുളയ്ക്കാനായിട്ടുള്ള സാധ്യത കാണുന്നില്ല. അപ്പോൾ നമ്മളെന്തായാലും നമ്മുടെ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു. ഇനി മറ്റൊരു കോള് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. ആറ്റിങ്ങിനടുത്ത് ഒരു വീട്ടിലെ സ്റ്റെയർ കേസിൻ്റെ അടിയിൽ ഒരാളങ്ങനെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല. ഇവിടുത്തെ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് മറ്റൊരു അതിഥിയെ തേടി സ്നേക്ക് മാസ്റ്റർ ടീം ഒരുമിച്ച് യാത്രയാവുന്നു. വളരെ സന്തോഷം. നമുക്കിവിടെ നമ്മൾ സംസാരിക്കുന്നത് കേട്ട് 2 അതിഥികൾ ടെറസിൻ്റെ മണ്ടയിലുണ്ട്. ഒരു ഷെപ്പേഡ് അതിഥി, ഒരു ലാബ് അതിഥി. നല്ല സൗണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ചിലപ്പോൾ അതൊരു മുഴക്കമായിട്ട് കിട്ടും. എല്ലാം നല്ല അടിപൊളിയായിട്ട് പാമ്പിന് പറ്റിയ സ്ഥലം അല്ലേ? ഉണ്ടല്ലേ? ഓ, നല്ല പറമ്പൊക്കെ നല്ല അടിപൊളി. പക്ഷേ ഇവിടെ പ്രത്യേകം എന്നറിയാം, കപ്പ ഇട്ടിരിക്കുകയല്ലേ. ഈ കപ്പ എടുക്കുന്നില്ലല്ലോ, അപ്പോൾ എലി ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പോൾ ഈ ലൊക്കേഷനുള്ള അതിഥികളെല്ലാം ഇവിടെ വന്നിരിക്കും. ഈ എലിയുടെ പുറക്കെങ്കിൽ പോലും ഇഷ്ടംപോലെ എലിയാണ്. ശരി, അപ്പോൾ ഇത് വീടിൻ്റെ പുറകില്ല, നമുക്ക് പോകാൻ നോക്കണം. ഇതിൻ്റെ അടിയിലോ? ഈ സ്റ്റേറിൻ്റെ അടിയിലോ? പിന്നെ കണ്ടായിരുന്നോ? ഇതിൻ്റെ അവിടെ ഇവിടെ കണ്ടായിരുന്നു. 5 ഓഹോ, കണ്ടില്ല, ഈ സൗണ്ട് മാത്രമേ കേട്ടുള്ളൂ. ഈ ഭാഗത്തല്ലേ? ഓഹോ. അപ്പോൾ എന്തായാലും നമ്മുടെ കണ്ടത് തൊട്ട് ഇദ്ദേഹം ഇവിടെ കാവലുണ്ട്. നമ്മളെ കൊണ്ടുവന്ന 2 പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് ഇവിടെ കാവലുണ്ട്. പക്ഷേ ഇതിൻ്റെ അടിയിലുണ്ടെന്ന് അവർ പറയുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ഈ സാധനം ഒന്ന് മാറ്റി നോക്കാം. കുട്ടേരെ പറയുന്നത് എന്തുമില്ല, ഈ ചെയ്തങ്ങ് മാറ്റിക്കോളാം. കുട്ടേരെ പറയുന്നില്ല. തടിയുടെ പുറകിലും ഇല്ല, ഇവിടെ ഇല്ല. ഈ ഹോളിനകത്ത് ഇറങ്ങി കാണാം. അപ്പോൾ നമുക്ക് പിന്നെ ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വെള്ളം നിറച്ച് നോക്കാം. ഹോസ് കണക്ട് ചെയ്ത് വെള്ളം നിറച്ച് നോക്കാം. ഹോസ് ഉണ്ടോ? നമുക്ക് ഹോസ് ഉണ്ടോ? അതൊന്ന് കണക്ട് ചെയ്യണം. അപ്പോൾ എന്നിട്ട് നമുക്ക് ഇതൊരു വഴിയുണ്ട്. പക്ഷേ ഇനി ഇങ്ങോട്ട് ഇവർ നിൽക്കുന്നു. പക്ഷേ ഇവിടെ എൻ്റെ ഇത് കയറിയിട്ടുണ്ടെന്ന് പറഞ്ഞില്ല. അതാ ഇവിടെ ഉണ്ട്. അയ്യോ, കിട്ടി എന്താ കിട്ടിയ അടിപൊളി കിട്ടിയേട്ടാ. വലിയ പാമ്പ്, തവളയായിരുന്നു. അയ്യോ മാറിപ്പോയി, തവള അല്ലേ? ഇത് ഉള്ള സ്ഥലത്ത് സാധാരണഗതിയിൽ ആശാൻ വരാറുണ്ട്. പക്ഷെ കൂടുതൽ അവനെ ഇഷ്ടപ്പെടുന്നത് ചേരയാണ്.
കൂടുതൽ അവനെ ഇഷ്ടപ്പെടുന്ന ആൾ ചേരയാണ്. പക്ഷേ എന്നാൽ മൂർഖനധികം പിടിക്കാറുണ്ട്. കാരണം നമ്മൾ ആൾക്കാർ എപ്പോഴും ഇത് നമ്മുടെ വീടിൻ്റെ പരിസരത്ത് എപ്പോഴും ചെടിയുടെ ഇടയിലൊക്കെ ഇരിക്കും. അപ്പോൾ അവിടെയൊക്കെ ചേര വരാറുണ്ട്. ഇതൊക്കെയല്ലോ നമ്മൾ സാധാരണ ഇത് ചൊറിയൻ തവളയെന്നാണ് പറഞ്ഞത്, ചൊറി പിടിക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. എനിക്കറിയില്ല നമ്മൾ ആൾക്കാർ എന്തൊക്കെയാണ് പറഞ്ഞത്. അവിടെ ഇരുന്നോടാ, ശല്യപ്പെടുത്തില്ല കേട്ടോ, ഇരുന്നോ, റോസ്റ്റ്. ഈ വെള്ളമൊന്നും ആവില്ല, മോട്ടർ വെച്ചടിച്ചാലും ഇത് നിറയില്ല. മാത്രമേ അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ഇളക്കിയിട്ടുകൊണ്ട് അങ്ങോട്ട് കാണാൻ പറ്റും. ഈ സിമെൻറ്റ് ഇളക്കുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ അടിയിലോട്ട് കാണാം. ഈ സിമെൻറ്റ് ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല. ഇത് നിങ്ങൾ ടെമ്പററി ആയിട്ട് പിന്നെ ഇട്ടതാണ്. അപ്പോൾ അത് ഇളക്കണമായിരിക്കും നല്ലത്. എന്തെന്നറിയാം, ഭയങ്കര ഹോളാണ് കേട്ടോ. ഒരു പീസ് ഇളക്കി വലിയ ഇതിൻ്റെ അടിയിലോട്ട് ഹോളില്ല. പക്ഷെ ഇതിൻ്റെ അടിയിലാണ്ട് നമുക്ക് പൊട്ടിക്കുക എന്നുള്ളത് ആണ് പാട്. കാണുന്നില്ല. മുഴുവനും പൊട്ടിക്കാനുള്ള വേണം. ഇവിടുന്ന് അവിടെ പൊട്ടിച്ചിരുന്നാൽ ഇന്ന് നാളെയും പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഇത് മുഴുവനും പൊട്ടിച്ചിട്ട് ഉള്ള ഇതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസിയായിട്ട് ആ പീസിങ് ഇളക്കി എടുക്കാൻ പറ്റും. തടി കഷ്ണം തടി കഷ്ണം ആ കമ്പിയൊക്കെ മാറ്റിക്കോളൂ. ഇവിടെ അങ്ങോട്ട് അത് മാറ്റിക്കോളൂ.
ടോർച്ച് ദൂരിക്കണം. സൂപ്പർ. നോക്കി നമ്മളെ പ്രഷർ കാണാതോ ആ മൂലയ്ക്ക് ഒരു തവളയൊക്കെ തിന്നിട്ട് എങ്ങനെ റെസ്റ്റ് എടുക്കുന്നോ. കണ്ടോ മൂലയ്ക്കോ, കണ്ടോ ആ മൂലയ്ക്ക് ലൈറ്റ് അടിക്കുമ്പോൾ ചുമ്മാ അല്ല, ചെറിയ ഒരു ഹോളായിരുന്നുണ്ട്. അത് എന്താ പറയുക, അതിനകത്ത് ഇറങ്ങിപ്പോയത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സാഹചര്യം ഉള്ളത് കൊണ്ടാണ് ഞാനാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ട് സിമെൻറ്റ് കലക്കി നന്നായിട്ട് ഇറക്കി അങ്ങ് സീഡ് കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഗ്യാപ്പുകൾ പെട്ടെന്ന് ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ആ കല്ലൂടെ ഇങ്ങനെ നീക്കിയാൽ നമുക്ക് ആശാനെ നന്നായിട്ട് കാണാം. വേണ്ട വേണ്ട ചെറിയ മുറുക്ക് ഉണ്ടോ. ചെറിയ മുറുക്കിന് നമ്മൾ കയറി ഇപ്രാവശ്യം അല്ല, ഏകദേശം ഒരു 8 മാസത്തിലേറെ പ്രായം വരുന്ന കഴിഞ്ഞ നവംബറിൽ, അത് 2025 നവംബർ ഡിസംബറിലാണ് ചേർന്ന് ജനുവരി അതിനൊക്കെ മുട്ടയിട്ട് വിരിഞ്ഞിറങ്ങിയ അതിഥി നമുക്ക് അദ്ദേഹത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാം. അതിൻ്റെ വയറ്റിൽ തവളയുണ്ട്. മിക്കവാറും തവള ഛർദ്ദിക്കാനായിട്ടുള്ള സാധ്യത കാണുന്നുണ്ട്. നമ്മൾ കുറേ ആയില്ലേ തട്ടൻ മുട്ടലൊക്കെ തുടങ്ങിയിട്ട്. അതുകൊണ്ടോ തവള ഛർദ്ദിക്കുന്നത് നമ്മൾ ഹാർന്ന് വരുന്നുണ്ട്, ഛർദ്ദിക്കുന്നത്. അത് ഏതൊരു പാമ്പ് തന്നെ നമ്മൾ ഫുഡോടുകൂടി കൊണ്ട് തുറന്നു വിട്ട് കഴിഞ്ഞാലും അത് അവിടെ അങ്ങ് ഛർദ്ദിക്കും. കേട്ടോ ഛർദ്ദി. അപ്പോൾ ഇനി മറ്റേ വലിയ തവള കിട്ടിയെങ്കിലും അവൻ കഴിച്ചേനെ. ഇതുപോലൊക്കെ ഒരു 4-5 എണ്ണമൊക്കെ അവൻ ഈസി ആയിട്ട് അദ്ദേഹത്തിൻ്റെ വയറ്റിൽ പോയനെ. എങ്കിൽ 2-3 ആഴ്ചത്തേക്ക് ഒന്നും വേണ്ടായിരുന്നു. അതാ ഇനി നമുക്ക് അദ്ദേഹത്തെ പുറത്തേക്ക് എടുക്കാം. നമ്മൾ അദ്ദേഹത്തെ ബോട്ടിലാക്കുകയാണ്. കുഞ്ഞനായതുകൊണ്ട് നമുക്ക് ചെറിയ ബോട്ടിൻ്റെ ആവശ്യമേ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ നമ്മളൊരു വലിയ പാമ്പിനൊരു 10-12 അടി എന്നുള്ള ഒരു രാജവെമ്പാല കൊണ്ടൊരു റൂമിനകത്തിട്ടാലും അയ്യോ വലിയ ബെഡ്റൂമാണെന്ന് പറഞ്ഞ് നിവർന്ന് കിടക്കാറില്ല. അതെങ്കിലും മൂലയപ്പോയേ കിടക്കാറുള്ളൂ. അപ്പോൾ ചാക്കും ബോട്ടിലൊക്കെ ഒരേ സാധ്യത ഉണ്ടാക്കുന്നത്. എന്തായാലും നമ്മൾ സമയം കളഞ്ഞില്ല. നമ്മൾ ഇവിടുത്തെ ദൗത്യം കഴിഞ്ഞു മറ്റൊരു അതിഥി തേടി സ്നേക് മാസ്റ്റർ ടീം ഒരുമിച്ച് അടുത്ത സ്ഥലത്തേക്ക് യാത്രയാവുന്നു.